ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു ഉണ്ണിയപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അശോകപ്പൂ വെച്ചിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് പരിപാടികളൊന്നുമില്ല, എന്നാലോ ഗുണം ഒരുപാടുണ്ട്. നമുക്ക് ആദ്യം അതിനായിട്ട് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയല്ല ഞാനിപ്പോൾ ചേർക്കുന്നത്, കരിപ്പെട്ടിയാണേ. നമ്മുടെ ഈ അങ്ങാടി മരുന്നൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിയ കരിപ്പെട്ടിയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു മണവും ഉണ്ട്, നല്ല കളറും ഉണ്ട്, നല്ലൊരു ബ്രൗൺ കളറാണ്. ഒരു 400 ഗ്രാം കരിപ്പെട്ടി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉരുക്കി അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അശോകപ്പൂവ് പറിക്കാൻ പോയാലോ? നിറയെ പൂത്ത് നിൽപ്പുണ്ട്. ഇതിൽ നിന്ന് വളരെ കുറച്ച് മതി നമുക്ക് കേട്ടോ. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ അശോകപ്പൂവ് കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ട്. പിന്നെ ഗർഭിണികളായിരിക്കുമ്പോൾ അശോകപ്പൂ ഇട്ട് കുറുക്ക് കാച്ചി കഴിക്കാറുണ്ട്. പ്രസവിച്ച് കിടക്കുന്ന സമയത്തും ശരീരത്തിന് നല്ലതാണ്. പിന്നെ നമ്മൾ പുറത്തുണ്ടാകുന്ന ഈ പാടുകളൊക്കെ മായാനും ഡ്രൈ സ്കിന്ന് മാറാനും ഒക്കെ ഈ അശോകപ്പൂ ഇട്ടിട്ട് എണ്ണ കാച്ചി തേക്കാറുണ്ട്. അതും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു പിടി അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 2 വെള്ളത്തിലൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 നാഴി പച്ചരിയുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തതാണ്. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കതിനെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 സെറ്റായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യം പച്ചരി മാത്രം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. സുജാത ചേച്ചിയുടെ കൊച്ചുമോളായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൊടിയുന്നത്. നമ്മൾ സാധാരണ മിക്സിക്കാരാണെങ്കിൽ നമുക്ക് അല്ലാതെ ആദ്യമേ ശർക്കരപ്പാനി ഒഴിച്ച് അരച്ചെടുക്കാം. പൊടിച്ച അരിയിലേക്ക് 1 കപ്പ് ശർക്കരപ്പാനി ആദ്യം ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ അശോകപ്പൂവും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഏലക്കയും കൂടെ ചേർത്തിട്ട് ചെറിയൊരു തരി പോലെ അരച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. ചെറിയൊരു തരിയായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആദ്യത്തെ ഒരു സെറ്റ് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ആ കരിപ്പട്ടിയുടെ കളർ കൊണ്ടാണ് ആ ഒരു മാവിൻ്റെ കളർ കണ്ടോ. ഇങ്ങനെയുള്ള കളറാകുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല കളറായിരിക്കും. ആ ഒരു പഴയ നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ കളറൊക്കെ കിട്ടും. ഇപ്പോൾ ഒരുപാട് കിട്ടുന്നത് വെളുത്ത ശർക്കരയാണ്. ഇനിയുള്ള ബാക്കി അരി കൂടി നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാവുന്നതാണ്. ആദ്യം 1 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു. ഇനി ഒരു അരക്കപ്പേ ഞാൻ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് ഗോതമ്പ് മാവാണ്. ഞാൻ ഈ ഉണ്ണിയപ്പത്തിൽ മൈദ ചേർക്കുന്നില്ല കേട്ടോ. 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 ചെറുപഴം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പാളയംകുടം പഴം ഉണ്ടെങ്കിൽ അത് ചേർത്തോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാലിപ്പൂവനാണുള്ളത്. ഞാൻ അതിനെ ചേർക്കുന്നു. 2 പഴം കൂടി ചേർത്തിട്ട് ശർക്കരപ്പാനിയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒഴിച്ച് വയ്ക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പൊടി ഉപ്പാണെങ്കിൽ നേരത്തെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉപ്പ് കലക്കിയ വെള്ളമാണ് ഒരു 1/4 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കൂ, നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. പക്ഷേ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും. റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ കുറേ കൂടി നന്നായിട്ട് ഈ മാവങ്ങ് കറക്റ്റ് പരുവത്തിൽ കിട്ടും. വെള്ളം കൂടിപ്പോയി എന്നൊന്നും കരുതരുത്. 1/2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു 3 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ആയതിന് ശേഷമാണ് ഇനിയുള്ള പരിപാടികളെ. കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്തായിട്ട് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ തേങ്ങ ചിരകിയത് ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് അതൊന്ന് വറുത്ത് ചേർത്താലും മതിയാകും. തേങ്ങ ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളും കൂടി ചേർത്തിട്ട് ആ എള്ളൊന്ന് പൊട്ടി വരുമ്പോൾ എല്ലാം കൂടി നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതിലുള്ള ആ നെയ്യ് ചേർക്കണ്ട എങ്കിൽ ഈ തേങ്ങ മാത്രമായിട്ട് കോരി ചേർത്താലും മതിയാകും. ഞാനിപ്പോൾ ആ നെയ്യോട് കൂടിയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതായി മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ മാവ് എത്രത്തോളം നല്ല ഒരു തിക്കായിട്ടുണ്ടെന്ന്. നേരത്തെ നമ്മളെടുത്ത ആ കൺസിസ്റ്റൻസിയേ അല്ല. പിന്നെ ഇപ്പോഴത്തെ ആ ഒരു ചൂടിൻ്റെ അവസ്ഥയും കൂടെ വെച്ചിട്ട് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നല്ല പരുവപ്പെട്ട് വന്നിട്ടുണ്ട്. മഴ സമയമൊക്കെ ആണെങ്കിൽ ഇത്രയും നേരം കൊണ്ട് ആ ഒരു മാവ് ഇങ്ങനെ കറക്റ്റ് പരുവമായി കിട്ടില്ല. ഇതിപ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ആദ്യം ചേർത്ത ബേക്കിംഗ് സോഡ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് കുറച്ച് അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മതി. അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ സ്പൂൺ വെച്ചിട്ടൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വിരൽ വെച്ച് മിക്സ് ചെയ്യാറാണ് പതിവ്. ഞാനിതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നതേ ഉള്ളേ. ഇതിൻ്റെ മെയിൻ ഷെഫ് വേറെയാണ്. മെയിൻ ഷെഫാണ് ആ ഒരു ബേക്കിംഗ് സോഡ ഇട്ടതും ഇളക്കി തന്നതും ഒക്കെ. നമുക്ക് അസിസ്റ്റൻ്റായിട്ട് നിൽക്കാനേ അറിയൂ.
നമ്മുടെ തനി നാടൻ പലഹാരങ്ങളായ അച്ചപ്പം, ഉണ്ണിയപ്പം, നെയ്യപ്പം ഇതൊക്കെ ഉമ്മച്ചി ഉണ്ടാക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അസിസ്റ്റൻ്റായിട്ട് നിന്നാലും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുമല്ലോ. എങ്ങനെ? നമ്മൾ ഉണ്ണിയപ്പം ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഏലക്ക ചേർക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് ഒരു 3 ഏലക്കയുടെ കുരു ഒന്ന് ചതച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അരി അരയ്ക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തോളൂ. ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിരുന്നത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എല്ലാ കുഴികളിലും നിറയെ എണ്ണ ഒഴിക്കരുത്. കാരണം നമ്മൾ മാവ് കൂടി ഒഴിക്കുമ്പോൾ ഈ എണ്ണ മുഴുവനായിട്ടും പൊങ്ങി നിറഞ്ഞ് പുറത്ത് കളയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മാത്രമേ കുഴികളിൽ എണ്ണ ഒഴിക്കാവൂ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ബാറ്റർ കോരി ഒഴിക്കാവുന്നതാണ്. ആദ്യം 1-2 തുള്ളി ഒന്ന് ഒഴിച്ച് നോക്കുക എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന്. പിന്നെ നമ്മൾ അവസാനത്തെ കുഴിയിൽ ഒഴിച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ ഏറ്റവും ആദ്യം ഒഴിച്ച ഉണ്ണിയപ്പം ഏകദേശം ഒരു കളർ മാറിയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ തിരിച്ചിട്ട് തുടങ്ങുക. ഇത് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ട് അങ്ങനെ പറ്റിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഈ ഇരുമ്പിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യത്തെ ഒരെണ്ണോ 2 ഒക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചട്ടി ചൂടായതിന് ശേഷം അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എണ്ണയും നല്ലതുപോലെ ചൂടായിട്ട് വേണം നമ്മൾ മാവ് കോരി ഒഴിക്കാനായിട്ട്. നമ്മളിതായിപ്പോൾ ആദ്യത്തെ സെറ്റ് ഉണ്ണിയപ്പം കോരിയെടുക്കാൻ പോവുകയാണ്. ആദ്യം ഒഴിച്ച 3 എണ്ണം പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതിനെ ഓരോ തവണ കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടാണ് കോരിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ണിയപ്പം കോരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം ഒന്ന് കൂട്ടിയതിന് ശേഷം കോരിയെടുക്കുക. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഉണ്ണിയപ്പം എണ്ണയിലിട്ടിരിക്കരുത്. കാരണം ഇത് പുറത്ത് നമ്മൾ കോരി വെച്ച് കഴിഞ്ഞാലും കുറേ സമയം കഴിയുന്നത് വരെ അതിന് ആ ഒരു ചൂട് കൊണ്ട് കുറേ കൂടി ബ്രൗൺ കളർ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ. ഈ ഉണ്ണിയപ്പം, നെയ്യപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ശരിയായി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അതങ്ങനെ പെട്ടെന്ന് ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് ടേസ്റ്റിലുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ അശോകപ്പൂവിൻ്റെ സീസണാണ്. വെറുതെ പൂവ് കളയാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കുറുക്കുണ്ടാക്കുകയോ എണ്ണ കാച്ചുകയോ അല്ലെങ്കിൽ പാലിൻ്റെ കൂടെ ഇട്ട് അരിച്ച് കുടിക്കാറുണ്ട്. അതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മുടെ ഉണ്ണിയപ്പത്തിലേക്ക് വരാം. ഉണ്ണിയപ്പം നല്ല അടിപൊളിയാണ്, സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും അടിപൊളി ഉണ്ണിയപ്പം കിട്ടിയെന്നാണ് ഉമ്മച്ചി പറഞ്ഞത് കേട്ടോ. ആരാ അസിസ്റ്റൻറ്റ്? ഞാനല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏത് തരം റെസിപ്പീസൊക്കെയാണ് ഇഷ്ടമെന്നുകൂടി കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.